ആദ്യം ശ്രീ കെ എൻ അനന്തപത്മനാഭൻ, ഞാൻ ഈ IPL എക്സ്പീരിയൻസ് ചോദിച്ചു തുടങ്ങാം. നമുക്ക് ഫൈനലിലേക്ക് എത്താം. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സീസണിലെ IPL മത്സരങ്ങൾ? ഒരു പ്രഷർ സിറ്റുവേഷൻ എപ്പോഴെങ്കിലും ഫീൽ ചെയ്യേണ്ടി വന്നോ? എല്ലാ മാച്ചും പ്രഷർ തന്നെയാണ്. ഒരു ഇന്റർനാഷണൽ മാച്ചിന്റെ ആ സെയിം പ്രഷർ നമുക്ക് IPL ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ലോകത്തിലുള്ള ഏറ്റവും മികച്ച പ്ലേയേഴ്സ് ആണ് വന്ന് IPL പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ കൊല്ലത്തിന്റെ ആദ്യത്തെ മാച്ചുകളെല്ലാം ഒരുപാട് ഹൈ സ്കോറിംഗ് മാച്ചുകളായിരുന്നു. നമ്മൾ 280, 250, 260, പക്ഷെ അതെല്ലാം ഓൾമോസ്റ്റ് ചേസ് ചെയ്യപ്പെടുകയായിരുന്നു. 20 റണ്ണിന് 30 റണ്ണിനൊക്കെയാണ് ആ കൂറ്റൻ സ്കോർ ചേസ് ചെയ്യുമ്പോഴും തോക്കുന്നത്. ആൻഡ് ഇമ്പാക്ട് പ്ലെയറിന്റെ ഒരു സാന്നിധ്യം കൂടെ അതിലുണ്ടായിരുന്നു. കാരണം ഇമ്പാക്ട് പ്ലെയറും കൂടെ വരുമ്പം ഒരു ടീമിന് ഒരു ബോളറോ അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാനെയും കൂടെ അതിൽ ചേർക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ അതെല്ലാം കൂടെ നേരിടുമ്പം അത് പബ്ലിക്കിന്റെ പ്രഷറും ആ ക്രൗഡിലെ അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ ഒരു ഇന്റർനാഷണൽ മാച്ചിന്റെ ഒരു കുറവും നമുക്ക് IPL തോന്നിയിട്ടില്ല. ഓക്കെ, റൈറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ചും സഞ്ജുവും കെ എൻ അനന്തപത്മനാഭനും ഒരുമിച്ച് ഗ്രൗണ്ടിന്റെ നടുവിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു ഈ സീസണിൽ. ശ്രീ സച്ചിൻ ബേബി, സച്ചിൻ, എനിക്ക് തോന്നുന്നു സച്ചിൻ സ്വാഭാവികമായിട്ടും RCBയുടെ ഫാൻ ആവാനാണ് സാധ്യത. പക്ഷേ ദൗർഭാഗ്യവശാൽ RCB ഫൈനലിലില്ല. എങ്കിൽ പോലും സച്ചിന്റെ പിക്ക് ഏതാണ് ഇന്ന്? കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സോ സൺറൈസേഴ്സ് ഹൈദരാബാദോ? ഞാൻ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കൂടെ പോകും. കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദിൽ ഞാൻ കളിച്ചിട്ടൊരു പ്ലെയർ ആണ്. സോ ലാസ്റ്റ് ടൈം നമ്മള് ഫൈനലിൽ കളിച്ചപ്പം ഞാനും അതിന്റെ ഒരു പാർട്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും KKR SRH മാച്ചില് എന്റെ ഒരു സപ്പോർട്ട് എന്തായാലും SRH തന്നെ. എന്തുകൊണ്ടാണ് സച്ചിൻ അതിനകത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കേവലം ഒരു ഫാൻ ബേസ് ഇതിന്റെ അപ്പുറത്തേക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്നത്? അവരുടെ ബാറ്റിംഗ് സ്ട്രെങ്ത് ആണോ ഈ കൊൽക്കത്തയ്ക്ക് മുന്നിൽ ഒരു എഡ്ജ് നൽകുന്ന ഘടകം സച്ചിന്റെ അഭിപ്രായത്തിൽ? അല്ല, മെയിനായിട്ട് നമ്മുടെ ഫേവറേറ്റ് പ്ലേയേഴ്സ് തന്നെയാണ്. നമ്മുടെ RCBയിൽ നമ്മൾ 2016 ഫൈനൽ കളിച്ചപ്പം ഉണ്ടായിരുന്ന കോച്ചാണ് ഇപ്പം SRHന്റെ കോച്ച് ഡാനിയൽ വെട്ടോറി. പിന്നെ അതുകൂടാതെ നമ്മൾ അതിന്റെ കൂടെ കളിച്ച കുറെ പ്ലേയേഴ്സ് ആ ഒരു ടീമിലുണ്ട്. പിന്നെ ഈ വർഷം നോക്കുവാണെങ്കിൽ SRHന്റെ ഒരു ബാറ്റിംഗ് നോക്കുവാണെങ്കിൽ ആ ഒരു സ്റ്റൈല്, ഒരു 50+ സ്കോർ നേടിക്കൊടുക്കാൻ പറ്റിയ ഒരു സ്റ്റൈൽ ഉണ്ടാക്കി കൊടുത്ത SRH ടീം തന്നെയാണ്. എസ്പെഷ്യലി ട്രാവിസ് ഹെഡിന്റെയും അഭിഷേക് ശർമ്മയുടെയും ആ ഒരു ബാറ്റിംഗ് തന്നെയാണ് ആ വലിയ സ്കോറിലോട്ട് എത്തുന്നത്. അപ്പൊ ആ ഒരു ട്രെൻഡ് ഈ ഒരു IPL ഉണ്ടാക്കിയത് ഈ ഒരു ടീമാണ്. പിന്നെ ബോളിംഗ് നമുക്കറിയാം, പാറ്റ് കമ്മിൻസും ഭുവനേശ്വർ കുമാറും ലീഡ് ചെയ്യുന്ന ആ ഒരു ബോളിംഗ് നേരെ വളരെ വലുത് തന്നെയാണ്. പക്ഷെ നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മൾ വിക്കറ്റ്സ് കുറച്ചുകൂടെ നല്ല ബെറ്റർ ആയിട്ടുണ്ട്. സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വിക്കറ്റ് നല്ല ബാറ്റിംഗ് വിക്കറ്റ് തന്നെയായിരുന്നു. അപ്പൊ അവിടെ കളിച്ച പ്ലേയേഴ്സിന് അറിയാം എത്ര നല്ല ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. അപ്പം അവിടെ ബോൾ ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണ്. SRHന്റെ ബോളിംഗും നല്ല എക്സ്പീരിയൻസ് ബോളിംഗ് ലൈനപ്പ് തന്നെയാണ്. അപ്പൊ എനിക്കത് ആ ബാറ്റിംഗ് തന്നെയാണ് SRHനെ സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ വേറൊരു ചാൻസ് എനിക്കുള്ളത്. ഓക്കെ, ശ്രീ കെ എൻ അനന്തപത്മനാഭൻ, ഇപ്പോൾ നമ്മൾ സച്ചിൻ ബേബി പറഞ്ഞു. സച്ചിൻ എന്താണെങ്കിലും സൺറൈസേഴ്സിന്റെ കൂടെയാണെന്ന് പറഞ്ഞു. ഈ നിലവിൽ അമ്പയറിംഗ് ഫൈനൽ ഇല്ലാത്തതുകൊണ്ട് ന്യൂട്രലായി നിൽക്കേണ്ട സാഹചര്യം ഇല്ല എന്ന് തോന്നുന്നു. അനന്തപത്മനാഭന്റെ തോട്ട് എന്താണ്? നമ്മൾ ഇതിൽ കുറെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ഉണ്ട്. നമ്മൾ ഈ ആദ്യത്തെ 4 ടീം വന്നത് നിലവാരം അനുസരിച്ചിട്ട് നമ്പർ 1 KKR അവർ ആദ്യം ക്വാളിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് SRH ഹൈദരാബാദിലെ ടീം SRH ആയിരുന്നു. എല്ലാ ടീമിനും 6 ടീമുകളാണ് നമ്മൾ ഈ കൊല്ലം ക്വാളിഫൈ ചെയ്തത്. എന്ന് പറഞ്ഞാൽ RR ക്വാളിഫൈ ചെയ്തു, RCB ക്വാളിഫൈ ചെയ്തു, അതേപോലെ KKR. എല്ലാ ടീമിനും 6 ടീമുകൾ മാത്രമാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മൾ നിലവാരം നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ പൊസിഷൻ വന്ന ടീം ആദ്യം പുറത്തുപോയി, പിന്നെ 3ാമത്തെ പൊസിഷൻ വന്ന രണ്ടാമത് പുറത്തുപോയി. ഇപ്പൊ വന്നിരിക്കുന്ന 2 ടീമിലും ജസ്റ്റ് ഞാൻ പറയുന്ന അതിലും കളിയിലും കാര്യം ഉണ്ടാവത്തില്ല. അങ്ങനെ വെച്ച് വരുമ്പോൾ KKR ആണ് ആദ്യം ഈ പൂള് ടോപ്പ് ചെയ്തതും ആദ്യം ഫൈനലിൽ എത്തിയ ടീമും. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ, നിലവാരം വെച്ച് നോക്കുമ്പോൾ KKRന് സാധ്യതയുണ്ട്. അതേപോലെ ഈ പിച്ച് നമ്മളിപ്പം ചെന്നൈയിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 10 ഓവർ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബാറ്റിംഗ് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു പിച്ചാണ്. കഴിഞ്ഞ മാച്ചിൽ എനിക്ക് തോന്നിയത് സഞ്ജു ആദ്യം ബാറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. എന്ന് പറഞ്ഞാൽ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ പിച്ച് കുറെ കൂടെ സ്ലോർ ആവുന്നുണ്ടായിരുന്നു. അതേപോലെ SRHന്റെ 10 ഓവർ കഴിഞ്ഞിട്ടുള്ള അവർക്കുള്ള ബാറ്റിംഗ് ഇപ്പൊ ക്ലാസിനെ പോലെ ഉള്ള ബാറ്റ്സ്മാർക്ക് തന്നെ റണ്ണടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പിച്ചായിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. കുറച്ച് സ്ലോർ ആയിട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പ് ചെയ്തിട്ട് ബോൾ ബാറ്റിലേക്ക് വരുന്നില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ മാച്ചിന് കണ്ടിരുന്നത്. ഇപ്പൊ ഇന്നത്തെ മാച്ച് ഏത് പിച്ചിലാണ് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്രാസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡ്യൂ ഉണ്ടാവോ, ഇതറിയില്ല. കഴിഞ്ഞ മാച്ചിന്റെ ഇത് വെച്ച് നമ്മളിപ്പം കാലാവസ്ഥ ക്ലൗഡി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഡ്യൂ വരാനുള്ള സാധ്യത കുറവാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡ്യൂ ഇല്ല എന്നുള്ള നമ്മളിപ്പം കേൾക്കുന്ന അനുസരിച്ചിട്ട് അവിടെ ക്ലൗഡി ഒരു വെതറാണ്. ക്ലൗഡില് ഒരു വെതർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യൂ വരാനുള്ള സാധ്യതയില്ല. സോ തീർച്ചയായിട്ടും ആദ്യം ബോൾ ചെയ്യുന്ന ടീമിന്
ഒരു നല്ലൊരു സ്കോർ. നമുക്ക് എല്ലാവർക്കും അറിയാം ഫൈനലിന്റെ പ്രഷർ എങ്ങനെയാണ്, നോക്കൌട്ട് മാച്ചിന്റെ പ്രഷർ വരുമ്പം അത് ടോട്ടലി ഒരു ഡിഫറെന്റ് പ്രഷർ തന്നെയാണ്. ഒരു സ്കോർ ബോർഡിൽ ഇട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ആ ടീമിന് ഗുണമുണ്ടാവും. സോ എനിക്ക് തോന്നുന്നത് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിന് ഒരു ചെറിയൊരു മുൻതൂക്കം ഉണ്ടാവും. ആൻഡ് KKR ഈ പെർഫോമൻസ് എല്ലാം വെച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ആദ്യം ക്വാളിഫൈ ചെയ്ത ടീമും അങ്ങനത്തെ എല്ലാം വെച്ച് നോക്കുമ്പോൾ മേ ബി KKR ഒരു ചെറിയൊരു മുൻതൂക്കം, ഒരു 1% അല്ലെങ്കിൽ 2% ഒരു മുൻതൂക്കം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് എനിക്ക് ഇങ്ങനെ തന്നെയായിരുന്നു വേണ്ടത്. കാരണം കെയ്ൻ അനന്തപത്മനാഭൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പം, സച്ചിൻ എന്താണല്ലോ സൺറൈസേഴ്സിനൊപ്പം. അപ്പൊ രണ്ട് അതിഥികൾക്കും ഓരോ ടീമുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. അപ്പം